ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇൻസൾട്ട് ചെയ്യപ്പെടാത്തവരായി ആരെങ്കിലും ഉണ്ടോ? ഇല്ല എന്നായിരിക്കും ഉത്തരം. എന്താണ് ഈ ഇൻസൾട്ട്? ഞാനൊരു 100 രൂപ ഒരാൾക്ക് കൊടുക്കുന്നു. അയാൾ സന്തോഷത്തോടെ ആ 100 രൂപ വാങ്ങി അയാളുടെ പോക്കറ്റിലിടുന്നു. ഇപ്പോൾ ആ 100 രൂപ അയാൾക്ക് സ്വന്തം. മറിച്ച് വേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ ആ 100 രൂപ എന്നിലേക്ക്, എൻ്റെ പോക്കറ്റിലേക്ക് തിരിച്ചു വരുന്നു. ഇൻസൾട്ട് ഇങ്ങനെ തന്നെയാണ്. ആരെങ്കിലും ഒരാൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇൻസൾട്ട് ചെയ്യപ്പെടുന്നത്. റീസെൻ്റായി സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ചെറിയ ഇൻസിഡൻറ്റ്, നമ്മുടെ സൊസൈറ്റിയിലെ വളരെ പ്രധാനപ്പെട്ട 2 വ്യക്തികൾ, ശ്രീ രമേശ് നാരായൺ ആൻഡ് ശ്രീ ആസിഫ് അലി. കണ്ടുനിന്ന എല്ലാവരും കരുതി ആസിഫ് അലി ഇൻസൾട്ട് ചെയ്യപ്പെട്ടു എന്ന്. എന്നാൽ ആ സിറ്റുവേഷൻ കേവലം ഒരു പുഞ്ചിരി കൊണ്ട് തരണം ചെയ്ത ശ്രീ ആസിഫ് അലിയുടെ രീതി അഭിനന്ദനം അർഹിക്കുന്നു. എന്നാൽ ശ്രീ രമേശ് നാരായൺ പറയുന്നു, ഞാനത് ഉദ്ദേശിച്ചിട്ടേ ഇല്ല എന്ന്. ഇവിടെ ലാക്ക് ചെയ്യുന്നത് ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനാണ്. ആ സാഹചര്യത്തിൽ മിസ്റ്റർ ആസിഫ്, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞാൻ ഡയറക്ടർ മിസ്റ്റർ ജയരാജിനെ കൂടി ഒന്ന് വിളിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. സോ നമ്മുടെ നിത്യജീവിതത്തിൽ ടഫ് സിറ്റുവേഷൻ ഓവർടേക്ക് ചെയ്യുക, അതുപോലെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ സംഭവം. താങ്ക് യു സോ മച്ച്.